നമസ്കാരം. മീഡിയ കമ്പാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് സ്വാഗതം. നമ്മളുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനൊക്കെ വാങ്ങുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്യാരണ്ടി, ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പ്രാധാന്യം നൽകി പ്രഖ്യാപിച്ചതുമായിട്ടുള്ള സ്കീം, നിലവിലുള്ള സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ 3000 രൂപ വീതം ആക്കുമെന്നുള്ള പ്രധാന പ്രഖ്യാപനം. അത് പടിപടിയായിട്ട് ഉയർത്തുന്ന സംവിധാനം പോലുമല്ല. അതായത് നിലവിലുള്ള 2000-ൽ നിന്നും 1000 രൂപയുടെ വർധനവ്, അങ്ങനെയാണ് 3000 രൂപയിലേക്ക് എത്തുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുള്ളതും. അത് അതീവ പ്രാധാന്യത്തോടെ പരിഗണിക്കുന്നതായിട്ട് സർക്കാർ ഈ സമയത്ത് അറിയിച്ചു കഴിഞ്ഞു. ഈ വർഷം തന്നെ, അതായത് വരുന്ന 6 മാസത്തിനുള്ളിൽ തന്നെ പദ്ധതിയുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും. ഈ വർഷം തന്നെ പദ്ധതി നടപ്പിലാക്കുന്നതിനൊക്കെ വേണ്ടിയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. അതീവ പ്രാധാന്യം നൽകിയാണ് സാമൂഹിക സുരക്ഷാ പെൻഷനെ സർക്കാർ കാണുന്നതും. അതുമാത്രമല്ല, വോട്ടവകാശമുള്ള ജനങ്ങളിൽ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെയൊക്കെ എണ്ണം 25% മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഇലക്ഷനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകവും ഈ ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്നവർ തന്നെയാണ്. അവരെ പിണക്കുന്നത് ശരിയല്ല എന്ന് എല്ലാ സർക്കാരിനും ബോധ്യമുള്ളതുമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കുന്നതും. അതീവ പ്രാധാന്യത്തോടെയാണ് ഈ വിഷയം മന്ത്രിസഭ എടുത്തിട്ടുള്ളതും. എന്നാൽ ഈ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ വർധനവ് അത് ഉടൻ നടപ്പിലാക്കുന്ന ഒരു പ്രക്രിയയല്ല. അതിന് കുറച്ചുകൂടി കാലതാമസം ഉണ്ടായേക്കും. എങ്കിലും അധികം വൈകില്ല എന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു കഴിഞ്ഞു. 6 മാസത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ 3 മാസത്തോളമായിട്ടുണ്ട്. എന്നാൽ ഇനിയും നമ്മളുടെ മുൻപിൽ 3 മാസത്തോളമുണ്ട്. അപ്പോൾ 6 മാസത്തിനുള്ളിൽ ബാക്കി ഗ്യാരണ്ടികളെല്ലാം തന്നെ നടപ്പിലാക്കുമെന്നൊക്കെയുള്ള പ്രഖ്യാപനമാണ് സർക്കാർ നടത്തിയിട്ടുള്ളത്. ഇനി സാമൂഹിക സുരക്ഷാ പെൻഷനിൽ തന്നെ ഇപ്പോൾ ലഭിക്കുന്ന പെൻഷൻ തുക 2000-ആണ്. അത് 2200, 2500 അങ്ങനെ പടിപടിയായിട്ട് 3000-ലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമല്ല സർക്കാർ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1000 രൂപയുടെ ഒരു വർധനവ്, അടിസ്ഥാന പെൻഷനിൽ 1000 രൂപയുടെ ഒരു വർധനവ് ഏർപ്പെടുത്തി പെൻഷൻ തുക പുതുക്കുമെന്നുള്ള രീതിയിലാണ് സർക്കാർ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് പെൻഷൻ തുക ഉയർത്തുന്നത് എന്നൊരു കാര്യം കൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതേ സമയത്ത് തന്നെ പെൻഷൻ പദ്ധതിയിൽ തുടരുന്ന ആളുകൾ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകാതെ നോക്കേണ്ടതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതായത് ഇപ്പോൾ അർഹതാ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കുന്ന സമയം കൂടിയാണ്. വാർഷിക മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാനത്ത് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാർഷിക മസ്റ്ററിംഗ് സെപ്റ്റംബർ മാസം 30-ന് മുൻപ് പൂർത്തീകരിക്കുക എന്നുള്ളത് പെൻഷൻ ഗുണഭോക്താക്കളെല്ലാം ചെയ്യണം. ആനുകൂല്യം വർദ്ധിപ്പിച്ച് വിതരണം ചെയ്യുകയാണ് എങ്കിലും, അല്ലെങ്കിൽ നിലവിൽ ലഭിക്കുന്ന ആനുകൂല്യം എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ ലഭിക്കണമെങ്കിലും ഈ ഒരു വാർഷിക മസ്റ്ററിംഗ് നമ്മൾ പൂർത്തിയാക്കിയേ മതിയാകൂ. ആധാറുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത്. നേരിട്ട് പോയി ചെയ്യുന്നതിന് 30 രൂപയോളം ഫീസാകും. ഇനി കിടപ്പ് രോഗികളും അതോടൊപ്പം തന്നെ മറ്റ് വൈയായികയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടുകളിലേക്ക് അക്ഷയ കേന്ദ്രത്തിൽ നിന്നും പ്രതിനിധി എത്തി ബയോമെട്രിക് മസ്റ്ററിംഗ് നിർവഹിക്കും. അങ്ങനെയുള്ള മസ്റ്ററിംഗ്, അതായത് ഹോം മസ്റ്ററിംഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്, അതിന് 50 രൂപയോളം ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവരുടെ പേര് വിവരങ്ങൾ, മേൽവിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ, ഇതെല്ലാം തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ മുൻകൂറായിട്ട് അറിയിച്ചിരിക്കണം. അല്ലെങ്കിൽ വാർഡ് മെമ്പറുടെ, കൗൺസിലറുടെ പക്കൽ നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കണം. അപ്പോൾ ആനുകൂല്യം വാങ്ങുന്ന എല്ലാവരും തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ 2026 അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരം ജനക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം പുതുക്കി നിശ്ചയിക്കുകയും ചെയ്യും. അധികം നീണ്ടുപോകുന്ന പ്രഖ്യാപനങ്ങളൊന്നും തന്നെ സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ഈ ഓണക്കാലത്ത് നമുക്ക് ലഭിക്കുക സാധാരണ ലഭിക്കുന്ന പെൻഷൻ തുക തന്നെയായിരിക്കും. അതിൽ ചിലപ്പോൾ മുൻ സർക്കാരുകൾ സ്വീകരിച്ച അതേ രീതി, അതായത് 2 ഗഡുക്കളൊക്കെ, ഒരു ഗഡു അഡ്വാൻസ് കൂടി ചിലപ്പോൾ ലഭിച്ചേക്കാം. വിശദ വിവരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ വഴി അറിയിക്കാം. ഇതുപോലുള്ള വിവിധ ഉപകാരപ്രദമായ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.